ഹൈറേഞ്ചിന് പുറത്ത് ഏലകൃഷി സാധ്യമല്ലെന്ന പൊതുധാരണ തിരുത്തി കോതമംഗലത്തെ യുവ കർഷകർ രംഗത്ത്. രാജക്കാട് സ്വദേശികളായ സുരേഷ് സി.ഡി, ജോഷി എം.എം എന്നിവരുടെ നേതൃത്വത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിലുള്ള ഏലകൃഷി. കോതമംഗലത്ത് വിജയകരമായി വളരുന്ന ഈ ഏലത്തോട്ടം കാണേണ്ട കാഴ്ച തന്നെ. മലയോര മേഖലകളിലും ഇടുക്കി ജില്ലയിലെ ഹൈറേഞ്ച് പ്രദേശങ്ങളിലുമാണ് സാധാരണയായി ഏലകൃഷി വിജയകരമായി നടത്തിവരുന്നത്. തണുപ്പും ആവശ്യമായ ഈർപ്പവും ജൈവാംശം കൂടുതലുള്ള മണ്ണും തണൽ മരങ്ങളുടെ സംരക്ഷണവും ആവശ്യമായതിനാൽ ഹൈറേഞ്ചിന് പുറത്ത് ഏലകൃഷി സാധ്യമല്ല എന്നായിരുന്നു പൊതുവെയുള്ള ധാരണ. എന്നാൽ ആ ധാരണകളെല്ലാം തിരുത്തിക്കുറിക്കുകയാണ് കോതമംഗലത്തെ ഏതാനും യുവ കർഷകർ. ഇടുക്കി ജില്ലയിലെ രാജക്കാട് സ്വദേശികളായ സുരേഷ് സി.ഡി, ജോഷി എം.എം എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ പരീക്ഷണ അടിസ്ഥാനത്തിൽ നട്ട ഏലത്തൈകൾ ഇന്ന് മികച്ച വളർച്ച കൈവരിച്ച് ശ്രദ്ധ നേടുകയാണ്. നെല്ലിക്കുഴി പഞ്ചായത്തിലെ 8-ാം വാർഡിൽ താമസിക്കുന്ന ബിജു മഞ്ഞാങ്ങന്റെ കൃഷിയിടത്തിലെ ഏകദേശം 60 സെന്റ് സ്ഥലത്താണ് ഏലകൃഷി ആരംഭിച്ചത്. അപ്പോൾ ഇന്ന് ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ പുരയിടമായ ഒരു ഏക്കർ 40 സെന്റ് സ്ഥലത്തിൽ ഒരു 60 സെന്റ് സ്ഥലം ഞാൻ തിരഞ്ഞെടുത്ത് ഒരു പുതിയ കൃഷി ഞാൻ ആരംഭിച്ചു. പുതിയ കൃഷി എന്ന് പറയുന്നത് ഹൈറേഞ്ചിൻ്റെ കവാടമായ എറണാകുളം ജില്ലയുടെ ഏറ്റവും അറ്റത്ത് കിടക്കുന്ന പ്രദേശമായ കോതമംഗലത്തിൻ്റെ ഈ പ്രദേശത്ത് ഏലം നല്ല രീതിയിൽ വളരുമെന്ന് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞനായ നമ്മുടെ സുധാകരൻ സാറിൻ്റെ ഒരു ഗൈഡ് ലൈനും സുധാകരൻ സാറിൻ്റെ ഒരു നിർദ്ദേശം കൊണ്ട് ഞങ്ങൾ ആരംഭിച്ചൊരു പരിപാടിയാണ്. അപ്പോൾ ഒരു 60 സെൻറ്റ് സ്ഥലം ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ട് ആ സാറിൻ്റെ ഗൈഡ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് മാത്രം നമ്മൾ ചെയ്തൊരു പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേയൊക്കെ നമുക്കൊരു പേടിയും ഒരു ഇതുണ്ടായിരുന്നു, കാരണം ഇത് വിജയിക്കുമോ എന്നുള്ളൊരു പേടി. പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഏകദേശം ഒരു 11 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കതിൻ്റെ വിളവെടുക്കാൻ സാധിച്ചു. വിളവെടുക്കുക എന്ന് പറയുന്നത് നമ്മൾ നഴ്സറി ആയിട്ടാണ് നമ്മളത് ആരംഭിച്ചത്. അതായത് അത്യുൽപാദന ശേഷിയുള്ള ഏറ്റവും വലിയ ചൂടിനെ റെസിസ്റ്റ് ചെയ്ത് പ്രതിരോധിച്ചുകൊണ്ട് വളർത്തിക്കൊണ്ടുവരുന്ന ഒരു ചെടിയായിരുന്നു ബൊമ്മി എന്ന് പറയുന്ന ചെടിയാണിത്. അപ്പോൾ ആ ബൊമ്മി ചെടിയെ നമ്മുടെ നാട്ടിൽ ഫലപ്രദമായ രീതിയിൽ നമ്മൾ ഉൽപ്പാദിപ്പിച്ച് മറ്റുള്ള കർഷകർക്ക് ഉപയോഗിക്കത്തക്ക രീതിയിൽ കൊടുക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു നിർദ്ദേശം ഉള്ളതുകൊണ്ടാണ് നമ്മളിതിനെ തുനിഞ്ഞിറങ്ങിയത്. ഹൈറേഞ്ചിൽ മാത്രം കണ്ടുവരുന്ന ഏലച്ചെടികൾ കോതമംഗലത്തിന്റെ കാലാവസ്ഥയിലും മണ്ണിലും ആരോഗ്യകരമായി വളർന്നത് കർഷകർക്ക് വലിയ ആത്മവിശ്വാസമാണ് പകരുന്നത്. വേനൽക്കാലത്ത് ദിവസേന ജലസേചനം നടത്തിയും ആവശ്യമായ ഈർപ്പം നിലനിർത്തിയും കൃഷിയിടത്തിലെ വലിയ തണൽ മരങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കിയും നടത്തിയ നിരന്തര പരിചരണമാണ് വിജയത്തിന് പിന്നിലെന്ന് കർഷകർ പറയുന്നു. ഏലത്തോട്ടം സന്ദർശിച്ച കോൺഗ്രസ് തൃക്കാരിയൂർ മണ്ഡല പ്രസിഡന്റ് സുരേഷ് ആലപ്പാട്ട്, INTUC ജില്ലാ വനിതാ വിഭാഗം പ്രസിഡന്റ് ചന്ദ്രലേഖ ശശിധരൻ, കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് വിജയൻ നായർ, MR ബിനീഷ് എന്നിവരും കർഷകരെ അഭിനന്ദിച്ചു. പ്രദേശത്തെ നിരവധി കർഷകരും കൃഷിയിടം സന്ദർശിച്ച് ഏലകൃഷിയുടെ സാധ്യതകൾ വിലയിരുത്തി. മലയോര മേഖലകളിൽ മാത്രം സാധ്യമെന്ന് കരുതിയ ഏലകൃഷി കോതമംഗലത്തും വിജയകരമായി വളർത്താമെന്ന് തെളിയിച്ച ഈ പരീക്ഷണം കൃഷിയെ സ്നേഹിക്കുകയും പുതിയ സാധ്യതകൾ തേടുകയും ചെയ്യുന്ന യുവ തലമുറയ്ക്ക് വലിയ പ്രചോദനമാണ്. ന്യൂസ് ഡെസ്ക് മീഡിയ 60 ന്യൂസ്, കോതമംഗലം.